സദ്യയിലെ പ്രധാന വിഭവങ്ങളിൽ ഒന്നാണല്ലേ രസം. അപ്പോൾ സദ്യക്ക് ഒരുക്കുന്നതിൻ്റെ ഇടയിൽ രസം റെഡിയാക്കി എടുക്കാൻ ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ രസം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതുപോലൊന്ന് വറുത്തെടുത്താൽ ഒരു പൊട്ടുന്ന പരുവത്തിലായാൽ മതി കേട്ടോ. ഒരു ക്രിസ്പി ആയിട്ട് വന്നാൽ മതി. ആ ഒരു സമയത്ത് നമുക്കിത് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ പാനിലേക്ക് തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. മല്ലിയും നമ്മളൊന്ന് കയ്യിൽ ഒന്ന് പിടിച്ച് നോക്കിയാൽ ഒന്ന് ക്രിസ്പി ആവുന്ന സമയത്തുണ്ടല്ലോ, ആ ഒരു സമയത്ത് കോരിയെടുക്കാം. കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. കാരണം അത് ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഒന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്ക് കോരി മാറ്റി വെക്കാം. ചെറിയ ജീരകമൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവയും ചേർത്ത് കൊടുത്തിട്ട് ഉലുവ അങ്ങനെ ചൂടായി വന്നാൽ ഒന്നിങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് ആ ഒരു സമയത്ത് നമുക്ക് കോരി മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 8 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. വറ്റൽമുളക് ഞാൻ അത്യാവശ്യം എരിവുള്ള മുളകായതുകൊണ്ട് കുരു കളഞ്ഞിട്ടാണ് കേട്ടോ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരം കാശ്മീരി മുളക് വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം. പിന്നെ കുരുമുളകും എല്ലാം കൂടി ആകുമ്പോൾ എരിവ് കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുരു ഇതിൽ ഒഴിവാക്കിയത് കേട്ടോ. അപ്പോൾ അതും ഒന്ന് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ കോരി മാറ്റി വെച്ചിട്ട് ഇനി ഇതിലേക്കൊരു പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കറിവേപ്പിലയും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അതൊന്ന് പൊട്ടുന്ന പരുവത്തിലായി കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കോരി മാറ്റി വെക്കാം. അങ്ങനെ ഇതാ നമ്മൾ എല്ലാ ചേരുവകളും ഇവിടെ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറി വന്നിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ചേരുവകളും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലത്. കാരണം പരിപ്പിൻ്റെയും ജീരകത്തിൻ്റെ ഒക്കെ മൂപ്പൊക്കെ വേറെ വേറെയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിനി 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ കായ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ മുഴുവൻ കായം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ അത് പൊടിഞ്ഞ് വരുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പൊടിയാണ് ഉപയോഗിക്കുന്നത്. പൊടി ഉണ്ടെങ്കിൽ പൊടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ മുഴുവൻ കായ ആണെങ്കിൽ അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് കേടാവില്ല കേട്ടോ. പെട്ടെന്ന് പ്രാണികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിതാ മിക്സിയുടെ ജാറിൽ ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ രസം ഇവിടെ പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ നമുക്ക് നന്നായിട്ട് അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ കുറേ നാളെ കേടാവാതിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പൊടിച്ച് വെച്ചാൽ രസം റെഡിയാക്കി എടുക്കാം. ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഇനി രസം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പൊടി വെച്ചിട്ട് ഒരു രസം റെഡിയാക്കി എടുക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി മുറിച്ചതും ഒരു 4 വെളുത്തുള്ളി അല്ലി ഒന്ന് ചതച്ചതും പാകത്തിനുള്ള ഉപ്പും 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ തിളപ്പിച്ചെടുത്താൽ മതി. തക്കാളി ഒരുപാടൊന്നും വേവണ്ട കേട്ടോ. അതായത് ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് ഇളക്കി കിട്ടിയാൽ മതി. അത്രയും വെന്ത് വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. പുളി നമ്മളൊരു ചെറിയ നെല്ലിക്കലുപ്പത്തിൻ്റെയും ചെറുതാണ് കേട്ടോ. നമ്മൾ ചെറിയൊരു അളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അളവിനനുസരിച്ചിട്ടുള്ള പുളി ചേർത്ത് കൊടുത്താൽ മതി, പുളിക്ക് ആവശ്യമായിട്ടുള്ള. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം പിന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള രസത്തിൻ്റെ പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫ്ലേവറിന് അനുസരിച്ചിട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവും അതിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എത്ര അളവിലാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചെറിയൊരു അളവിലാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് കറക്റ്റാണ് കേട്ടോ ഇത് 1.5 ടേബിൾ സ്പൂൺ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. പിന്നെ ഉപ്പ് ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് വറുത്തെടുത്തിട്ട് താളിച്ചിട്ട് അത് ഈ ഒരു രസത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ അടിപൊളി രസം റെഡിയായി. അപ്പോൾ ഇനി ഓണസദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് രസം പൗഡറൊക്കെ, ഓണസദ്യ അല്ലാത്ത സമയത്തും രസം പൗഡറൊക്കെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ രസം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. 5 മിനിറ്റ് പോലും വേണ്ട രസം പൗഡർ ഉണ്ടെങ്കിൽ.
അതും നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റ് എപ്പോഴും നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.